ഹായ് ആൾ, വെൽക്കം ടു എൻടെക് ഇ ലേണിംഗ് സൊല്യൂഷൻസ്. എൻടെക് ഇ ലേണിംഗ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോ, ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു എക്സൈസ് ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ എക്സൈസ് ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. വിത്തിൻ ഡേയ്സ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റും എക്സാം നടത്താനുള്ള ഡേറ്റും വന്നിരിക്കുന്നു. PSC ഇത്രയും ഫാസ്റ്റ് ആയി എന്നുള്ളത് പല ആളുകളും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എക്സാം കണ്ടിന്യൂസ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ആളുകൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എക്സാം നടക്കുന്നുണ്ട്, ബാക്കി ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ വരുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം എക്സാം നടത്തി, കുറേ കാലങ്ങൾക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ആ സിസ്റ്റത്തിൽ നിന്നൊക്കെ PSC മാറി ഇപ്പോൾ കുറച്ചും കൂടി അധികം ഫാസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. എല്ലാ കാര്യങ്ങളും കുറച്ച് വേഗം നടത്തുന്ന രീതിയിലോട്ടായിട്ട് മാറിയിട്ടുണ്ട്. സോ നമുക്ക് എക്സൈസ് ഡ്രൈവറിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 23-ാം തീയതി മുതൽ 23/11/2025 മുതൽ 12/12/2025 വരെയാണ്. അപ്പോൾ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷാ കലണ്ടർ, അതായത് ഫെബ്രുവരി മാസത്തേക്കുള്ള പരീക്ഷാ കലണ്ടർ പുറത്തിറങ്ങി. അപ്പോൾ ആ പരീക്ഷാ കലണ്ടറിലാണ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഡേറ്റ് വന്നു, അതോടൊപ്പം തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നു. ഇനി സിലബസും പബ്ലിഷായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ജില്ലയിലും എത്രത്തോളം അപ്ലിക്കേഷൻസ് ആണ് വന്നത് എന്നുള്ളത്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണവും, അതോടൊപ്പം തന്നെ ഇനി അതിൽ നിന്ന് ചെറിയൊരു കുറവ് വരും, കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു കുറവ് വരും. അപ്പോൾ അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അപ്ലിക്കേഷൻസിൻ്റെ എത്ര ആളുകളാണ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളതെന്നും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിലബസിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സിലബസിൽ മാറ്റങ്ങൾ വരാം, മാറ്റങ്ങൾ വരുന്ന മാറ്റങ്ങൾ ഇതായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെയാണ് സംഭവിച്ചത്. സിലബസിൻ്റെ PSCയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ച് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ PSC എന്ത് ചെയ്തു, സിലബസിൽ ആഡ് ആക്കി. അപ്പോൾ ആ ഒരു സിലബസിലുള്ള മാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എക്സാം കലണ്ടർ, ഫെബ്രുവരി മാസത്തെ എക്സാം കലണ്ടറാണ്. ഫെബ്രുവരി മാസത്തെ എക്സാം കലണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ ജില്ലയിലൂടെയും, ഓരോ കാറ്റഗറി നമ്പർ നമ്മൾ 386/2025 ആയിരുന്നു. ഓരോ ജില്ലയിലൂടെയും അല്ലേ, കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോ ജില്ലയിലോട്ടും അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് കാണാൻ കഴിയുന്നത്. ഇത് അഡ്മിഷൻ ടിക്കറ്റ് നമ്മുടെ ഫെബ്രുവരി 11-ാം തീയതി മുതൽ അല്ലേ, ഫെബ്രുവരി 11-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ്, ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. എക്സാമിൻ്റെ ഡേറ്റ് 25-ാം തീയതി, ഫെബ്രുവരി 25. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, 25-ാം തീയതി, 25/2/2026 ഫെബ്രുവരി. അപ്പോൾ ഇനി കറക്റ്റ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 25 ആകുന്നു, ജസ്റ്റ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം 25 ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കറക്റ്റ് ഒരു 3 മാസം മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്, സമയം ലഭിക്കുന്നുണ്ടായിരിക്കുള്ളൂ ഏതൊരു എക്സാം ആണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 3 മാസമാണ്. ആ 3 മാസത്തെ പീരീഡിലാണ് നമുക്ക് എക്സാം വന്നിട്ടുള്ളത്. സോ ഡേറ്റ് മറക്കണ്ട, ഫെബ്രുവരി 25 ആണ്. അതോടൊപ്പം തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് 12/12 ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഓരോ ജില്ല നോക്കാം, ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഓവറോൾ പറഞ്ഞു പോകാം, അതിനുശേഷം സിലബസ് പറയാം. തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തത് 2715 പേരാണ്. കൊല്ലത്ത് അപ്ലൈ ചെയ്തത് 1405, പത്തനംതിട്ട 940, ആലപ്പുഴ 1024, കോട്ടയം 1008, ഇടുക്കി 1328, എറണാകുളം 1544 അല്ലേ. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം അല്ലേ. അടുത്ത് 836 തൃശ്ശൂർ, പാലക്കാട് 1334, മലപ്പുറം 1070, കോഴിക്കോട് 1613, വയനാട് 977, കണ്ണൂർ 1218, കാസർഗോഡ് 707 അല്ലേ. ഏകദേശം പറയാം 700 മുതൽ നമ്മളുടെ കുറച്ച് വീക്കായിട്ട് നിൽക്കുന്ന ജില്ലകൾ, ഞാൻ ഒരു ജില്ലയെ കുറച്ച് കാണുകയല്ല, അത് എക്സാമിൻ്റെ അപ്ലിക്കേഷൻസിൻ്റെ എണ്ണം നോർമലി നമ്മൾ ഏതൊരു ഡിസ്ട്രിക്റ്റ് വൈസ് ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വന്നാലും കുറച്ച് ജില്ലകളിൽ സാധാരണ എന്താണല്ലേ അപ്ലിക്കേഷൻസ് കുറയാറുണ്ട് അല്ലേ. ആ ജില്ലകളിലൊക്കെ ഏകദേശം ഒരു 800-900 ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ 1000 മുതൽ 1200-1500 റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ അപ്ലിക്കേഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ജസ്റ്റ് ഈ ഒരു എത്ര ആൾ കൺഫർമേഷൻ എത്ര ആൾ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരും, കൺഫർമേഷൻ കൊടുക്കുന്നതിൻ്റെ അളവ് ചെറുതായിട്ടൊന്ന് കുറയാറുണ്ട് എല്ലാ സമയത്തും. അപ്പോൾ ചെറിയൊരു മാറ്റം ഇതിലെന്തായാലും വരും. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സിലബസാണ്. എന്താണ് ഇതിൻ്റെ സിലബസിലെ മാറ്റങ്ങൾ, എന്താണ് സിലബസ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, കഴിഞ്ഞ തവണ ഒക്കെ വന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊക്കെ വന്നിരുന്നത് എങ്ങനെയായിരുന്നു,
ഈ ഒരു ജനറൽ ഏരിയയിൽ നിന്നുള്ള ജനറൽ ഏരിയയിൽ നിന്നുള്ള 50 മാർക്കിനും വരും. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് പാർട്ടിൽ നിന്ന് 50 മാർക്കിനും വരും. അങ്ങനെ ഒരു 50:50 50+50 എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് എന്ത് ഉണ്ടായിരുന്നത് ഒരു സിലബസ് വന്നിരുന്നത്. പക്ഷെ നമ്മളുടെ കുറച്ച് കാലത്തെ ഒരു 2-3 വർഷത്തെ ട്രെൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തീം മാറിയിട്ട് അവരെന്താക്കി മാറ്റി, ഒരു 50 മാർക്ക് ജനറൽ നോളജും അതോടൊപ്പം തന്നെ 20 മാർക്ക് ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ഒരു 30 മാർക്ക് ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മളുടെ പോലീസ് ഡ്രൈവർ ആണെങ്കിലും ഫയർമാൻ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും പ്രിസൺ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും എല്ലാം വന്നിട്ടുള്ളത്. ഡ്രൈവർ കം OA ഒഴിച്ച് ബാക്കി എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫോർമാറ്റ് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ 20 എന്ന് പറയുന്നത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ഒരു 20 കയറും. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് കയറും. NDPS ആക്ടും കാര്യങ്ങളും ആയിരിക്കും വരിക എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ അത് തന്നെയാണ് വന്നിട്ടുള്ളത്. സിലബസ് ജസ്റ്റ് നമുക്ക് നോക്കാം. സിലബസ് ഫസ്റ്റത്തെ ഈ ചരിത്രത്തിൽ നിന്ന് 4 മാർക്ക് ചരിത്രം നമ്മുടെ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ടുള്ള മാർക്കാണ്. ചരിത്രം 4, ഭൂമിശാസ്ത്രം 4, ധനത്വശാസ്ത്രം 4, അതേപോലെ ഇന്ത്യൻ ഭരണഘടന 6, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 2, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 3, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാ കായികം, സാഹിത്യം, സംസ്കാരം. നോർമലി നമുക്ക് ചോദിക്കുന്ന പോലെ തന്നെ ഈ ഒരു 3 മാർക്ക്. ഇത്രയും മാർക്കാണ് ഫസ്റ്റ് നമുക്ക് പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. ടോട്ടൽ എത്ര മാർക്കാണ് ഇത് വന്നിട്ടുള്ളത്? 30 മാർക്ക് അല്ലേ. ഇവിടെ മുതൽ ഇവിടെ വരെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മാർക്കാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. പിന്നെ അനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള 10 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് 10 മാർക്കിന്, അതോടൊപ്പം തന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും നമ്മളെ മെൻ്റൽ എബിലിറ്റി, സിമ്പിൾ മാത്സും കാര്യങ്ങളാണ്. LCM HCF അങ്ങനെ സിമ്പിളായിട്ടുള്ള മാത്സ് കാര്യങ്ങൾ, പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു 10 മാർക്കിന് വന്നിട്ടുള്ളത്. ദെൻ പിന്നെ അടുത്തായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് എന്താണ്? 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അനുബന്ധമാക്കിയിട്ട് 30 മാർക്കുണ്ട്. ഇതാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് എക്സ്ട്രാ പുതിയ സിലബസ് പ്രകാരം ആഡ് ചെയ്ത്. നമുക്ക് സിലബസിൽ ഒരു മൊത്തത്തിലൊരു മാറ്റം വന്നു എന്നുവാണെന്നുണ്ടെങ്കിൽ പറയാം. എന്തിനെ ബേസ് ചെയ്തിട്ട് മാറ്റം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് തൊട്ട് മുന്നേ നടന്ന എക്സൈസിൻ്റെ ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് മാറ്റം വന്നു എന്ന് പറയാം. അല്ലാതെ ഇതിന് തൊട്ട് മുന്നേ നടന്ന അതർ പോസ്റ്റിലോട്ടുള്ള ഒരു ഡ്രൈവർ എക്സാമിനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ മാറ്റം വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് വരാറുള്ളത്. ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നിടത്ത് തസ്തികയുടെ സ്വഭാവമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ പോലീസിൻ്റെതാണെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും, ഫയർഫോഴ്സിലോട്ടാണെങ്കിൽ ഫയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും, പ്രിസൺ സർവീസിലോട്ട് നമ്മൾ ജയിൽ വകുപ്പിലോട്ടാണെങ്കിൽ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. ഇത് എക്സൈസ് വകുപ്പായതുകൊണ്ട് എക്സൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നു. അതാണ് അതുമായി ബന്ധപ്പെട്ടില്ല കേട്ടോ. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 4 മാർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സിലബസ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ സിലബസിലുള്ള ചരിത്രം, ഈ ഇന്ത്യ, ലോകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു സിലബസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയാത്ത ആളുകളാണ്, PSCയുടെ സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എൻടെക്കിൻ്റെ ലേണിംഗ് ആപ്പ് ഉണ്ട്. ലോഞ്ചിങ് സ്റ്റേജിലാണ്. അപ്പോൾ ആ ആപ്പിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ സിലബസ് PDF ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. സിലബസ് PDF ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതുമായി മുന്നേ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ സിലബസ് ഓരോന്നും വലിച്ചു നീട്ടി പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരു സാധാരണ PSC എക്സാം എഴുതുന്ന ആളുകൾക്കൊക്കെ അറിയുന്ന ഏതൊക്കെ ഭാഗങ്ങളാണെന്നുള്ളതിനാണ്. ഭൂമിശാസ്ത്രത്തിൽ നിന്നും 4 മാർക്ക്, ധനതത്വശാസ്ത്രത്തിൽ നിന്നും 4 മാർക്ക്, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും 6 മാർക്ക്, കേരളം ഭരണഘടന സംവിധാനവും 2 മാർക്ക്, ജീവശാസ്ത്രം, അതേപോലെ തന്നെ ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാ കായിക സാഹിത്യം സംസ്കാരം 3 മാർക്ക് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത് ഒരു 30 മാർക്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ദെൻ അനുകാലിക വിഷയങ്ങൾ നമ്മളെ കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. കറണ്ട് അഫയേഴ്സ് പിന്നെ നമ്മൾ കുറച്ച് പത്രം വായിച്ചിട്ടും ന്യൂസ് കണ്ടിട്ടും അല്ലേ, കറണ്ട് അഫയേഴ്സിൻ്റെ ഏതെങ്കിലും പേപ്പേഴ്സ് വായിച്ചിട്ടും, അതായത് മാഗസിൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇറക്കുന്ന ജേർണൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ബുക്കുകളൊക്കെ വായിച്ചിട്ട് നമുക്ക് മേടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് സിമ്പിൾ മാത്സും അതായിരിക്കും മെൻ്റൽ എബിലിറ്റിയാണ്. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അല്ലേ. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 5 മാർക്കിൽ ലഘുഗണിതം എന്ന് പറയുന്നത് നമ്പേഴ്സ്, ബേസിക് ഓപ്പറേഷൻസ്, അതായത് ബേസിക് ആയിട്ടുള്ള മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഫ്രാക്ഷന്, ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ് കാണുന്നത്, പ്രോഫിറ്റ് ലോസ് കാണുന്നത്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഞാൻ ഫുള്ള് വായിക്കുന്നില്ല, ജസ്റ്റ് ഈ ഓരോ സിലബസിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അല്ലേ. ദെൻ അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും. നമ്മളെ
മെൻ്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കലണ്ടർ, ക്ലോക്ക്, നമ്മൾ സ്ഥിരമായിട്ട് ഒരു സിമ്പിൾ മാത്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോഡിങ്, ഡീകോഡിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ വരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ ഈ എക്സാം എഴുതുന്ന ആളുകൾ, ഇപ്പോൾ എക്സൈസ് ഡ്രൈവർ എന്നുള്ള ഈ ഒരു പോസ്റ്റ് എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലേ, ആ ആളുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് എന്തൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്സ് കയറിയിട്ടില്ല നോക്കാം കേട്ടോ. അപ്പോൾ 4 മാർക്കിന് വന്നിട്ടുള്ളത് അബ്കാരി ആക്റ്റാണ്. 4 മാർക്കിന് വന്നിട്ടുള്ളത് അബ്കാരി ആക്റ്റാണ്. അബ്കാരി ആക്റ്റിൽ നമുക്ക് പഠിക്കേണ്ട പോയിന്റ്സ്, ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഏരിയകളുണ്ടല്ലോ, ഈ ഏരിയകൾ പഠിക്കുമ്പോൾ നിങ്ങൾ വാരി വലിച്ച് പഠിക്കാതെ ഈ പോയിന്റ്സ്, ഇവർ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് മാത്രമായിട്ട് തന്നെ പഠിക്കുക. ഇപ്പോൾ ഡ്രൈ ഡേയ്സ് എന്നാണ് ഇവിടെ ചോദിച്ചില്ല. അപ്പോൾ എന്താണ് ഡ്രൈ ഡേയ്സ്, അല്ലെങ്കിൽ ഏത് രേഖയാണ് ഡ്രൈ ഡേയ്സ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഡ്രൈ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ഏരിയകളാണ്, അല്ലെങ്കിൽ എന്താണ് ഡ്രൈ ലാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, അതായത് കറക്റ്റായിട്ടുള്ള ആ പോയിന്റിനെ മാത്രം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ദെൻ NDPS ആക്ട്. NDPS ആക്ട് എന്ന് പറഞ്ഞാൽ പോലീസിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ആളുകൾ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാകുന്ന സാധനമാണ് NDPS ആക്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ NDPS ആക്ട് എന്താണ് എന്നുള്ളത്, ഇങ്ങനത്തേതൊക്കെ നോർമലി എന്താ ഉണ്ടാകാറ് വെച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ NDPSൻ്റെ ഫുൾ ഫോം അല്ലേ, NDPSൻ്റെ ഫുൾ ഫോം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലായിട്ടും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ജസ്റ്റ് അതൊക്കെ നോക്കുക, സ്പെഷ്യൽ ടോപ്പിക്സ് ആഡ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂൾ, അതിൽ മൂന്നാമത്തെ 3 മാർക്കിന് വരുന്ന ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസ് ആണ്. അതേപോലെ തന്നെ ഫോറിൻ ലിക്കർ റൂൾസ് ആണ് അടുത്ത് വരുന്നത്. പിന്നെ COTPA. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുമായി ബേസിക് ആയിട്ട് വന്നത്. പിന്നെ ക്യാമ്പയിൻസ് എഗെയിൻസ്റ്റ് ആൽക്കഹോളിസം, IT ആക്ട്, ഇത്രയും കാര്യങ്ങളാണ് അതുമായി ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോർമലി ഡ്രൈവർ എക്സാമിൽ നിന്ന് വരുന്ന 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ എക്സാമിനും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ക്വസ്റ്റ്യൻസ് അല്ല, സോറി, അതിൻ്റെ സിലബസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ചോദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. നമുക്ക് നോർമലി വരുന്ന എന്തൊക്കെയായിരിക്കും, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഉണ്ടായിരിക്കും, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഉണ്ടായിരിക്കും, മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കാനുള്ളത് അല്ലേ. പിന്നെ കുറച്ച് പെനാൾട്ടി, ഒഫൻസസ് കാര്യങ്ങൾ അതൊക്കെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഓരോ സെക്ഷൻസും പറഞ്ഞിട്ടുണ്ട്, ഓരോ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മുന്നിൽ ഇതിന് മുന്നേ നടന്ന എക്സാമിൻ്റെ ഒട്ടനവധി ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. സോ അതൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് നോക്കിയിട്ട് പഠിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സിലബസിൽ ചേഞ്ച് വന്നു. ആ ചേഞ്ച് എങ്ങനെയെന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായത് ശരിക്കും സിമ്പിളായിട്ട് നമ്മൾ ഒന്നും കൂടി ചേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ GK ഒരു 30 മാർക്കിന് വന്നിട്ടുണ്ട് അല്ലേ, GK ഒരു 30 മാർക്കിന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തത് കറണ്ട് അഫയേഴ്സ് എത്ര മാർക്കിനാണ് വന്നിട്ടുള്ളത്, കറണ്ട് അഫയേഴ്സ് 10 മാർക്കിന് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് 10 മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കുക, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സിലബസ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മാത്സ് എന്ന് പറയാം. മാത്സ് ആൻഡ് മെൻ്റബിലിറ്റി ആണ് ശരിക്കും വരുന്നത്. സിമ്പിൾ മാത്സും മെൻ്റബിലിറ്റിയോടും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10 മാർക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ 30ഉം 40ഉം 50ആയി. ഇനി അതിൽ ബാക്കി വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, അതായത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 20 മാർക്ക്. അതേപോലെ തന്നെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 30 മാർക്ക്. ഇത്രയാണ് നമുക്ക് സിലബസ് വരുന്നത്. അപ്പോൾ 100 മാർക്കിൻ്റെ എക്സാമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, സിലബസിലെ മാറ്റം മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങിയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗങ്ങൾ, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനി ഇതേമാതിരിക്കുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പ് ഓൾറെഡി അവൈലബിൾ ആണ്. ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഞാൻ ഈ ലിങ്കിൻ്റെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.